ഇന്ത്യൻ നടപടികൾ ചർച്ച ചെയ്യാൻ പാകിസ്ഥാനിൽ ദേശീയ സുരക്ഷാ കൌൺസിൽ യോഗം ഇന്ന് ചേരുന്നുണ്ട്. അതേസമയം സൈനിക നടപടി അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം ചേരും. ജമ്മുവിൽ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ അധ്യക്ഷതയിലും യോഗം ചേരുന്നുണ്ട്. പ്രധാനമന്ത്രി ഇന്ന് ബീഹാറിലാണ്. ഇവിടെ വെച്ച് അദ്ദേഹത്തിന്റെ പ്രതികരണവും ഇന്നത്തെ ദിവസം പ്രതീക്ഷിക്കുന്നുണ്ട്. KP അഭിലാഷ് വിവരങ്ങളുമായി. അഭിലാഷ്, ഈ വിഷയങ്ങളെ വളരെ ഗൗരവത്തോടെ സമീപിക്കുമ്പോഴും ഇന്ത്യ നൽകുന്ന ഒരു സന്ദേശം ഇതൊക്കെ ഇന്ത്യക്ക് കൈകാര്യം ചെയ്യാവുന്നതിൽ വളരെ കുറഞ്ഞൊരു കേസ് എന്ന മട്ടിലാണ്. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി ബീഹാറിലാണുള്ളത്. ഉദാഹരണത്തിന് രാജ്നാഥ് സിംഗ് കൃത്യമായ യോഗം വിളിക്കുന്നുണ്ട്. ഒമർ അബ്ദുള്ള കശ്മീരിൽ യോഗം വിളിക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനിടയുള്ള പാകിസ്ഥാനും ഒരു യോഗം നടക്കുന്നുണ്ട്. ഇന്നലത്തെ ദിവസം കഴിയുമ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? ശ്രീജ, പൽഗാമിലെ തീവ്രവാദി ആക്രമണത്തിന് മണിക്കൂറുകൾ പിന്നിട്ട് കഴിയുമ്പോൾ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് രാജ്യം കടക്കുന്നു എന്നത് വ്യക്തമാവുകയാണ്. ഇനി നമുക്കറിയേണ്ടത് ഏത് തരത്തിലുള്ള സൈനിക നീക്കമാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇന്നലെ തന്നെ വളരെ തന്ത്രപ്രധാനമായ തീരുമാനങ്ങൾ ഇന്ത്യ കൈക്കൊണ്ടിരുന്നു. അത് വിദേശകാര്യ സെക്രട്ടറി വാർത്താ സമ്മേളനത്തിലൂടെ തന്നെ അറിയിക്കുകയും ചെയ്തു. ഇപ്പോൾ പാകിസ്ഥാന്റെ ഇന്ത്യയിലെ സ്ഥാനപതി കാര്യാലയത്തിന്റെ മേധാവിയെ ആണ് ഇന്ത്യ നേരിട്ട് വിളിപ്പിച്ചിട്ടുള്ളത്. അതായത് ഇന്ത്യ നയതന്ത്ര തലത്തിൽ സ്വീകരിച്ചിട്ടുള്ള ഈ കടുത്ത നിലപാടുകൾ നേരിട്ട് ഈ ഉദ്യോഗസ്ഥനെ രേഖാമൂലം അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ വിളിപ്പിച്ചിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് 1960 നിലവിൽ വന്ന സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു നിർത്തുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ വാഗ അതിർത്തി അടയ്ക്കുന്നു എന്നുള്ള തീരുമാനമാണ്. ഒപ്പം ഇന്ത്യയിൽ തുടരുന്ന പാകിസ്ഥാൻ പൗരന്മാർക്ക് കേവലം 48 മണിക്കൂർ മാത്രമാണ് സമയപരിധി നിശ്ചയിച്ചിട്ടുള്ളത്. ഈ 48 മണിക്കൂറിനകം തന്നെ ഇവർ രാജ്യം വിടണം എന്ന വളരെ പ്രധാനപ്പെട്ട തീരുമാനം. ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഡിഫൻസ് അറ്റാഷമാരെ പുറത്താക്കി എന്ന തീരുമാനം. ഇവർ ഒരാഴ്ചയ്ക്കകം രാജ്യം വിടണം. ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ ഡിഫൻസ് അറ്റാഷമാരെ പിൻവലിക്കും എന്നുള്ള തീരുമാനം. അതോടൊപ്പം തന്നെ ഇരു രാജ്യങ്ങളിലെയും നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ എണ്ണം 55 നിന്ന് 30 വെട്ടിച്ചുരുക്കിയ തീരുമാനം. ഇങ്ങനെ ഇന്ത്യ നയതന്ത്ര തലത്തിൽ പാകിസ്ഥാനെതിരെ സ്വീകരിച്ചിട്ടുള്ള തീരുമാനങ്ങൾ ഔദ്യോഗികമായി അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഹൈക്കമ്മീഷൻ മേധാവിയെ നേരിട്ട് വിളിച്ചു വരുത്തുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട യോഗങ്ങൾ ചേരുന്നുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് ഇന്ന് നടക്കുന്ന സർവകക്ഷി യോഗം ആണ്. വിദേശകാര്യ മന്ത്രി, ആഭ്യന്തരമന്ത്രി, പ്രതിരോധ മന്ത്രി എന്നിവർ ഈ യോഗത്തിൽ പങ്കെടുക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ആണ് യോഗം ചേരുന്നത്. നിലവിലെ സാഹചര്യം ഉൾപ്പെടെ, അതായത് ഈ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലം, അതോടൊപ്പം ഇപ്പോൾ ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള അടിയന്തരമായ ഇടപെടലുകൾ, വിവിധ പ്രദേശങ്ങളിലെ സുരക്ഷ ഇപ്രകാരം ശക്തമാക്കിയിരിക്കുന്നു. ഇക്കാര്യങ്ങൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ സർവകക്ഷി യോഗത്തിൽ വിശദീകരിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യ ഈ നയതന്ത്ര തലത്തിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ, വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ള പിന്തുണ എന്നിവയായിരിക്കും വിദേശകാര്യമന്ത്രി S ജയശങ്കർ സർവകക്ഷി യോഗത്തിൽ വിശദീകരിക്കുക. ഇതോടൊപ്പം തന്നെയാണ് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും ഇന്ന് സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇത്തരത്തിൽ സാധാരണക്കാരായ പൗരന്മാർക്ക് നേരെ തീവ്രവാദി ആക്രമണം ഉണ്ടാകാറില്ല. മറിച്ച് അതിർത്തി കടന്നു വന്ന സൈനികർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ആണ് ഉണ്ടാകാറുള്ളത്. അതുകൊണ്ട് തന്നെ ജമ്മു കാശ്മീരിലെ ജനതയെ ഭയപ്പെടുത്തുന്ന ഒരു ആക്രമണം ആണ് ഉണ്ടായിട്ടുള്ളത്. അതുമാത്രവുമല്ല, ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്നത് വിനോദസഞ്ചാരത്തിലൂടെ ലഭിക്കുന്ന വരുമാനം എന്നുള്ളതാണ്. ലക്ഷക്കണക്കിന് ഇതര സംസ്ഥാനത്ത് നിന്നുള്ളവരും വിദേശികളും ആയിട്ടുള്ളവർ ആയിരുന്നു ജമ്മു കാശ്മീരിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. അത് സാമ്പത്തികമായി ആ സംസ്ഥാനത്തെ ഉയർച്ചയിലേക്ക് നയിക്കുന്നതിന് ഇടയിലാണ് ഇത്തരത്തിൽ വിനോദസഞ്ചാരികളെ തെരഞ്ഞു പിടിച്ചുകൊണ്ടുള്ള ഒരു ഭീകരാക്രമണം നടന്നത്. അത് സംസ്ഥാനത്തെ എങ്ങനെ ബാധിക്കുന്നു, സംസ്ഥാനത്തിന്റെ വിനോദസഞ്ചാര മേഖലയെ കൂടുതൽ കരുപ്പിടിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത, ഒപ്പം സുരക്ഷിതമായി ജനങ്ങൾക്ക് അവിടെ ജീവിക്കുവാനുണ്ടാകുന്ന സാഹചര്യം, വിഘടനവാദികളെ ഉൾപ്പെടെ എങ്ങനെ മാറ്റി നിർത്തണം, ഇത്തരം വിഷയങ്ങളായിരിക്കും ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സർവകക്ഷി യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുക. വൈകിട്ട് 3 മണിക്കാണ് ഇത് സംബന്ധിച്ച യോഗം ചേരാൻ പോകുന്നത്. അതോടൊപ്പം ഇന്ത്യ സൈനികമായ തലത്തിൽ വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ നീക്കങ്ങൾക്ക് മുതിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഒരു പക്ഷേ ഈ നയതന്ത്ര തലത്തിൽ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ പോലെ അതിവേഗം സ്വീകരിക്കാവുന്ന ഒന്നല്ല. മറിച്ച് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിർത്തി കടന്ന് എപ്പോഴൊക്കെ ഇന്ത്യ ആക്രമണങ്ങൾ ഔദ്യോഗികമായി നടത്താറുണ്ടോ അത് വളരെ കൃത്യമായി അറിയിച്ചുകൊണ്ടുള്ള
ആക്രമണങ്ങൾ ആണ് നടത്താറുള്ളത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആക്രമണം ഞങ്ങൾ നടത്തി എന്ന് ലോകരാജ്യങ്ങളോട് വളരെ കൃത്യമായി അറിയിക്കാറുണ്ട്. അതാണ് ഉറി, പുൽവാമ പോലെയുള്ള സംഭവങ്ങളിൽ നിന്ന് 2014-ലും 2019-ലും ഒക്കെ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടത് അന്താരാഷ്ട്ര നീതിന്യായ കോടതികളിൽ അടക്കം അങ്ങനെ ഒരു ആക്രമണം നടത്തിയതിനെ ചലഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് തന്നെ ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി പാകിസ്ഥാന്റെ അറിവോടുകൂടിയാണ് നടന്നിട്ടുള്ളത് എന്നതിന്റെ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ്. അത്തരം തെളിവുകൾ ഇന്ത്യക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് വിവരം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീവ്രവാദി ആക്രമണത്തെ പാകിസ്ഥാനിൽ ഇരുന്നു കൊണ്ടാണ് അസൂരി നിയന്ത്രിച്ചത് എന്ന് ഇന്ത്യക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. ഈ ആക്രമണത്തിന്റെ ഭാഗമായതിൽ ഒരാൾ പാകിസ്ഥാന്റെ മുൻ സൈനിക ഉദ്യോഗസ്ഥനാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഒപ്പം തദ്ദേശീയരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ ഈ ആക്രമണത്തിൽ സഹായം എത്തിച്ചുവെന്നും അതോടൊപ്പം തന്നെ ആക്രമണത്തിന്റെ ഭാഗമായി എന്ന വിവരവും ഇന്ത്യക്ക് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം അപ്രതീക്ഷിതമാകുന്ന ഒരു സമയത്ത് തന്നെയായിരിക്കും ഇന്ത്യയുടെ തിരിച്ചടി ഉണ്ടാവുക. എന്തായാലും പാകിസ്ഥാൻ ഏറെ ആശങ്കപ്പെടുന്നു എന്ന് വേണം ഈ മണിക്കൂറുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് ഈ ആക്രമണം നടന്നതിന് ശേഷം പതിവ് പോലെ പാകിസ്ഥാൻ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന നിലപാട് തങ്ങൾക്കില്ല എന്നുള്ളതായിരുന്നു പാകിസ്ഥാന്റെ മറുപടിയെങ്കിൽ ഇപ്പോൾ പാക് പ്രധാനമന്ത്രി അടിയന്തരമായി സുരക്ഷാകാര്യ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. അത് ഇന്ത്യ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ള നയതന്ത്ര നടപടികളുടെ കൂടി പശ്ചാത്തലത്തിലാണ്. ഇവിടെ എടുത്തു പറയേണ്ടത് ശ്രീജ, 1960-ൽ നിലവിൽ വന്നിട്ടുള്ള നദീജല കരാർ, അതിന് ഒരു കോട്ടവും ഇതുവരെയും സംഭവിച്ചിട്ടില്ല. പ്രത്യേകിച്ച് 1965-ലും 71-ലും ഇന്ത്യയും പാകിസ്ഥാനും നേരിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ പോലും ആ കരാറിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്താൻ ഇന്ത്യ തയ്യാറായിരുന്നില്ല. അപ്പോൾ ഏറ്റവും കടുത്ത ഒരു തീരുമാനത്തിലേക്ക് ഇന്ത്യ പോയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ നദീജല കരാർ മരവിപ്പിക്കുന്നു എന്നത് പാകിസ്ഥാനെ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നാണ്. ഈ പാകിസ്ഥാനിലെ 80% കാർഷിക മേഖലയും ഈ നദീജല കരാറിനെ അല്ലെങ്കിൽ നദീജലത്തെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. പഞ്ചാബ് പ്രവിശ്യ, പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയെ അടക്കം വളരെ പ്രതികൂലമായി ബാധിക്കും ഈ നീക്കം എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ഇത്തരത്തിലൊരു ആക്രമണം നടക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി വിദേശത്തായിരുന്നു, സൗദിയിലായിരുന്നു. അദ്ദേഹം തിരിച്ചു വന്നത് സാധാരണ പാകിസ്ഥാനിലെ വ്യോമപാതയിലൂടെ ആണ് പ്രധാനമന്ത്രിക്ക് സൗദിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരികെ എത്താൻ സാധിക്കുന്നത് എങ്കിൽ ആ വ്യോമപാത അടക്കം ഉപേക്ഷിച്ചുകൊണ്ടുള്ള മടങ്ങിവരവാണ് നടത്തിയത്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ലോകരാജ്യങ്ങൾക്കിടയിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുക എന്ന തന്ത്രപരമായ തീരുമാനം ഇന്ത്യ കൈക്കൊണ്ടിരിക്കുന്നു എന്ന് പാകിസ്ഥാൻ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ എങ്ങനെ അതിജീവിക്കണം എന്ന നിർണായകമായ വിവരങ്ങൾ അല്ലെങ്കിൽ കൂടിയാലോചനകൾ ആണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഒപ്പം സൈനികമായ തിരിച്ചടി ഏത് നിമിഷവും പാകിസ്ഥാന് പ്രതീക്ഷിക്കാവുന്നതും ആണ്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പാകിസ്ഥാന് വളരെ കൃത്യമായ പങ്കുണ്ട് എന്നു മാത്രവുമല്ല, പാക് സേന കരുതലോടുകൂടി തന്നെയായിരുന്നു ഇരുന്നത്. അതായത് ഇങ്ങനെ ഒരു ആക്രമണം ഇന്ത്യയിൽ നടത്തുക, ആ സമയത്ത് തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയുക, ഇങ്ങനെയൊരു നീക്കം പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിർത്തി മേഖലകളിൽ അടക്കം വലിയ തോതിൽ പാകിസ്ഥാൻ സൈന്യത്തെ വിന്യസിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് കരസേനയുടെ ആക്രമണം ഉണ്ടായാൽ അതിനെ ചെറുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ തന്ത്രങ്ങളും പാക് സൈന്യം ഒരുക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇന്ത്യയുടെ സമീപനം എന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായി പാകിസ്ഥാന്റെ പങ്ക് തെളിയിക്കുന്ന തെളിവുകൾ അടക്കം ശേഖരിച്ചതിന് ശേഷമുള്ള ഒരു ആക്രമണമാണ് ഉണ്ടാകാൻ സാധ്യത. ഒപ്പം ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗം വിലയിരുത്തുന്നത് അധിക സമയമൊന്നും ഈ അതിർത്തി മേഖലയിൽ ശക്തമായ കാവൽ ഒരുക്കാൻ പാകിസ്ഥാൻ സൈന്യത്തിന് സാധിക്കില്ല എന്നതാണ്. കാരണം ഇപ്പോൾ തന്നെ പാക് സൈന്യം വലിയ പ്രതിസന്ധിയാണ് അവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആഭ്യന്തര പ്രതിസന്ധികൾ ഉണ്ട്, ഭരണ അസ്ഥിരതയടക്കം പാക് സൈന്യം നേരിടുന്ന വലിയ വെല്ലുവിളിയാണ്. അതോടൊപ്പം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ബലൂചിസ്ഥാനിൽ വിഘടനവാദം ശക്തമാവുകയും ബലൂച്ച് തീവ്രവാദികൾ ട്രെയിൻ തട്ടിയെടുക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നത്. ഇപ്പോഴും ബലൂചിസ്ഥാനിൽ അത്തരത്തിലുള്ള ആക്രമണ പദ്ധതികൾ തുടരുന്ന സാഹചര്യം ആണുള്ളത്. മറുഭാഗത്ത് തെഹ്രീക്ക് താലിബാനെ നേരിടേണ്ട മറ്റൊരു വലിയ ദൗത്യവും പാക് സൈന്യത്തിനുണ്ട്. അപ്പോൾ